So ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലെറ്റാണ് തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ലെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ VN, CapCut, Davinci Resolve, Premiere Pro തുടങ്ങിയ എല്ലാ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ്റെ അകത്തും നിങ്ങൾക്ക് ഈ ഒരു ലെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു ലെറ്റ് നിങ്ങൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസിന് മാത്രമേ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് നിങ്ങളുടെ വീഡിയോന് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന iPhone 14 Pro ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസും ഐഫോണിലോ അല്ലെങ്കിൽ DSLR ഓർ മിറർലെസ് ക്യാമറ എടുത്ത വീഡിയോസിന് ഈ ഒരു ലെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ലെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ പ്രീസെറ്റ് ഇട്ടാൽ എനിക്ക് രണ്ട് മെത്തേഡാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേലെ ഐക്കാർഡ് നിങ്ങൾക്ക് ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടും. ആ ഒരു നമ്പർ നിങ്ങൾ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കിൽ പോയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീസെറ്റ് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രീസെറ്റ് പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ജസ്റ്റ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട ലിങ്കും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 10 സെക്കൻഡ് അവിടെ നിന്ന് പോകുന്നതാണ്. വെയിറ്റ് ഫോർ എ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് 10 സെക്കൻഡ് പോകുന്ന കാണാൻ കഴിയും. ആ 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നൊരു ബട്ടൺ വരും. ജസ്റ്റ് ആ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റർ എ ഡൗൺലോഡ് കോഡ് എന്നൊരു ബോക്സ് കാണാൻ കഴിയും. അവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് കിട്ടുന്നതായിരിക്കും. ഐക്കാർഡിലും അതുപോലെ തന്നെ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു കോഡ് കിട്ടും. അതിനുശേഷം ഡൗൺലോഡ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ നിന്ന് ഡൗൺലോഡ് ആണെന്ന് കാണാൻ കഴിയും. അതിനുശേഷം ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ്രോയിഡും ഇതേ സെയിം സെറ്റിംഗ് ആണ്. ആൻഡ്രോയിഡിൽ നിങ്ങൾ നേരെ ഫയലിലേക്ക് ഈ ഒരു ലെറ്റ് സേവ് ആകുന്നതായിരിക്കും. ഫയൽ ഡൗൺലോഡ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫയലിൽ പോയാൽ കാണാൻ കഴിയും. ഓക്കെ, അതൊന്നും ആവശ്യമില്ല. നമുക്ക് ഇനി നേരെ നമ്മൾ ആ VN ഓപ്പൺ ചെയ്യാം. VN ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ അകത്തേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് താഴെ കുറേ ടൂൾസ് കാണാൻ കഴിയും. അതിനകത്ത് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടൊരു എറോ മാർക്ക് കാണാൻ കഴിയും. ജസ്റ്റ് എറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ടോപ്പിലായിട്ട് മൈ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മൈ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് കോഡ് യൂസ്ഡ് മൈ ലെറ്റ് എന്നൊരു കുറേ ഫോൾഡർ കാണാൻ കഴിയും. അതിൻ്റെ അകത്തേക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ലെറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ മൈ ലെറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ലെറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ട് ഫിൽറ്റർ കൊടുക്കുക, ഫയൽ ആപ്പ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ച ലെറ്റ് ഐഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് iCloud ഡ്രൈവിലായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഫയലിലുണ്ടാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോനകത്ത് കാണിക്കാം. ഓക്കെ, ഇമ്പോർട്ട് ഫിൽറ്റർ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെറ്റ് അതിനകത്തേക്ക് ആഡ് ആകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത മൈ ലെറ്റ് എന്നുള്ളൊരു ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോയിൽ ആ ഒരു ലെറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും വരുന്നത്. ആൻഡ്രോയിഡിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു മൈ ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡൗൺലോഡ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. സോ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ഒരു ലെറ്റർ നിങ്ങൾക്ക് CapCutൽ യൂസ് ചെയ്യാൻ പറ്റുന്നു. CapCut മൊബൈലല്ല, CapCut PCയിൽ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു ലെറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ലെറ്റർ Davinci Resolveലും Premiere Proയിലും ആഡ് ചെയ്യാൻ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ആഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ വീഡിയോസ് വരും. അത് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. അതിനായിട്ട് വെറുതെ ഒരു വീഡിയോ ലെങ്ത് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെറ്റർ ഇഷ്ടപ്പെട്ട് തീർച്ചയായും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ എനേബിൾ വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ കൂടെ കൂടുതലും ഇതുപോലത്തെ ലെറ്റ്, പ്രീസെറ്റ്സ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യുന്നത്. സോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.